ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയുണ്ടായ ട്രോളി വിവാദത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പോലീസ് UDFനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്നും കള്ളപ്പണം വന്നുവെന്ന കാര്യം ഉറപ്പാണെന്നാണ് C. കൃഷ്ണകുമാർ ആരോപിക്കുന്നത്. പോലീസിൽ നിന്ന് മറിച്ചൊരു നിലപാട് പ്രതീക്ഷിച്ചിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമവശം പരിശോധിച്ച് BJPയുടെ തുടർ നടപടി തീരുമാനിക്കുമെന്നാണ് ശ്രീ കൃഷ്ണകുമാർ വിശദമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നോ എന്ന് കണ്ടെത്താൻ പാലക്കാട് ഹോട്ടലിൽ പാതിരാത്രി പോലീസ് റെയ്ഡ് നടത്തുന്നത്. റെയ്ഡിനിടെ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിലേക്ക് പോലീസ് എത്തിയത് പിന്നാലെ ഹോട്ടലിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഏറെ വിവാദമായ പാതിര റെയ്ഡും നീല ട്രോളി വിവാദവും തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും ഉപേക്ഷിക്കാൻ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ശ്രീ കൃഷ്ണകുമാറിന്റെ പ്രതികരണം. എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന CPM നേതാക്കളുടെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. ട്രോളി ബാഗിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കള്ളപ്പണമായിരുന്നുവെങ്കിൽ ഇത്ര ലാഘവത്തോടെ ബാഗ് കൈകാര്യം ചെയ്യില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസെടുത്താലും FIR നിലനിൽക്കില്ലെന്ന വിലയിരുത്തലിൽ CPM നേതാക്കളുടെ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രം തുടർ നടപടിയെന്ന നിലപാടിലാണ് പോലീസിനുണ്ടായിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.